ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ ഗ്രീൻ പീസ് വെച്ചൊരു സ്നാക്കാണ് കേട്ടോ തയ്യാറാക്കുന്നത്. നമുക്ക് സാധാരണ കിട്ടുന്ന ഗ്രീൻ പീസ് എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലത്തെ മഞ്ഞ കളറിൽ കിട്ടില്ലേ, അതായാലും മതി. ഏത് ഗ്രീൻ പീസ് വെച്ചിട്ടും നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതൊരു 10 മണിക്കൂർ മുമ്പേ കുതിർത്തെടുത്ത് വെച്ചതാണ്. ഇതിപ്പോൾ ഒരു 200 ഗ്രാം ഗ്രീൻ പീസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് മാറ്റാം. ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 6 വിസിൽ വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇത് വെന്ത് കിട്ടും. നല്ലതുപോലെ തന്നെ വെന്തിരിക്കണം, എന്നാലേ ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്കൊരു മിക്സർ ജാർ എടുക്കാം. ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചേർക്കാം. കൂടെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് ഇതൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിനി മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു 2 വറ്റൽ മുളക് പൊട്ടിച്ച് ചേർക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർക്കുക. ഇതിനി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ ഒരു പച്ചപ്പൊന്ന് മാറുന്നവരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് സവാള വേണമെങ്കിൽ സവാള ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ സവാള ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ആ വെള്ളത്തോടു കൂടി തന്നെ ചേർക്കുക. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ഉപ്പും കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഉപ്പ് വേണമെങ്കിൽ നമ്മൾ നേരത്തെ ഗ്രീൻ പീസ് വേവിക്കുന്ന സമയത്തും ഉപ്പിട്ട് വേവിക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം മുഴുവനും കുറച്ചൊന്ന് ഡ്രൈ ആവാനുണ്ട്. അപ്പോൾ നമുക്കൊരു 2-3 മിനിറ്റ് നേരത്തേക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു മാങ്ങയുടെ പകുതി തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അതും കൂടി ചേർക്കാം. മാങ്ങ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യരുത്, ഇതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടുന്നത്. ഇപ്പോൾ ഒരു പകുതി മാങ്ങ മതിയാവും, വലിയൊരു മാങ്ങയുടെ ഒരു പകുതി ഭാഗം തന്നെ മതിയാവും. മാങ്ങയും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലിപ്പോഴും കുറച്ചൊരു ഈർപ്പമുണ്ട്. എല്ലാം കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കുക. ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് ഈർപ്പം മുഴുവനും മാറിയിട്ടുണ്ട്. ആ മാങ്ങയുടെ ഫ്ലേവറും നന്നായിട്ട് ഗ്രീൻ പീസിലൊക്കെ ചേർന്നിട്ടുണ്ട്. നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങയാണ്. കുറച്ച് തേങ്ങ ചേർക്കാം. തേങ്ങ എത്ര വേണമെങ്കിൽ ചേർക്കട്ടെ, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർക്കാം. പിന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരല്പം മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുക. ഇനി ഇതെല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തേങ്ങയും ക്യാരറ്റൊക്കെ അവസാനമായിട്ട് ചേർത്താൽ മതി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, കുറച്ചൊരു ക്രഞ്ചിനെസ് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഗ്രീൻ പീസ് കൊണ്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി ക്യാരറ്റും തേങ്ങയൊക്കെ ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്